ലക്ഷ്മി ആദ്യം പറയണ്ടേ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്ന് പറയണ്ടേ. ശേഷം ഈ അനുമോളുടെ PR പുറത്ത് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ ലക്ഷ്മി ഇവിടെ നിന്ന് മാറിക്കോട്ടെ പേടിക്കണ്ട ചേട്ടാ കുറച്ച് എല്ലാവരും ബാക്കിലോട്ട് നിൽക്കുമോ ചേട്ടാ പ്ലീസ് കുറച്ചൊന്നും ബാക്കിലോട്ട് നിൽക്കും ചേട്ടാ ഇവിടെ നമുക്ക് ഇവിടെ കുഞ്ഞാണെങ്കിൽ ഡിസ്റ്റർബ്ഡ് ആവുന്നു ചേട്ടാ കുറച്ച് ബാക്കിലോട്ട് പ്ലീസ് നമുക്ക് ആ ഫോൺ എല്ലാവരും പറഞ്ഞു ലക്ഷ്മി ഇത് അൺഫെയർ ആണോ തോന്നുന്നുണ്ടോ? അടിപൊളിയായി കളിക്കുന്ന ആരായിട്ട് തോന്നി? ഞാൻ എന്റെ ഫേവറേറ്റ് ആയിട്ട് നെവിനെയാണ് തുടക്കം മുതൽ എനിക്ക് തോന്നിയത്. വീട്ടിൽ കയറ്റൂല എന്ന് പറഞ്ഞ സംഭവം ഇനി മാറ്റാൻ എന്തെങ്കിലും ടൈം കൂടുതലുള്ള കാര്യങ്ങളൊക്കെ എന്നാലും അവര് വന്നു കഴിഞ്ഞാൽ കയറ്റുമോ? അതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ അതിനകത്തുള്ള കണ്ടസ്റ്റൻസിന്റെ കാര്യം ഐ ഡോണ്ട് തിങ്ക് ഞാനിപ്പോ പറയേണ്ട കാര്യം. ലക്ഷ്മി അതിന് മുന്നേ പുറത്തു വേണ്ട ആളായിരുന്നു തോന്നുന്നുണ്ടോ? ലക്ഷ്മി കേസ് കൊടുക്കുന്ന പറയുന്നുണ്ട്. ലക്ഷ്മി അതേപോലെ തന്നെ ഈ അനീഷ് ഷാനവാസ് കാര്യം പറഞ്ഞോട്ടെ. ഇപ്പൊ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് വന്ന ഹാപ്പിയാണ്. മോന്റെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം. വന്ന പാടെ അങ്ങനെ അമ്മയെ കണ്ടിട്ടില്ല. ആ ഒരു ഇതിൽ വന്നവര് ലക്ഷ്മി ഒരു ക്വസ്റ്റ്യൻ ലക്ഷ്മി ഒരു ഒറ്റ ക്വസ്റ്റ്യൻ ലക്ഷ്മി ലക്ഷ്മി ഒരു ക്വസ്റ്റ്യൻ കുറച്ച് ഫ്രണ്ടിലേക്ക് ലക്ഷ്മി ഈ എവിക്ഷൻ അൺഫെയർ ആയിട്ട് തോന്നുന്നുണ്ടോ? എവിക്ഷൻ അല്ല ഇതിനകത്ത് ഇപ്പോ സാബുമോനടക്കം ഒരുപാട് പേര് കളിക്കുന്നുണ്ട്. ആ സാബുമോനടക്കം ഒരുപാട് പേര് ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട്. ഒന്ന് മൈക്കൊന്ന് കെട്ടിപ്പിടിക്കും. ഈ അനുമോളുടെ PR പുറത്ത് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ കാരണം കൊണ്ടായിരിക്കും ആ ലക്ഷ്മി പുറത്തു പോകാൻ കാരണം എന്ന് ചിന്തിക്കുന്നുണ്ടോ? ചില ആളുകളുടെ ബാക്കി
ബാക്കിയുള്ളവരുടെ കാര്യം അത് എൻ്റെ അടുത്ത് ചോദിക്കുന്നത് അതിന് എനിക്ക് മനസ്സിലാവില്ല. അതിനെനിക്കെന്താ, ഇറ്റ്സ് എ ഗെയിം, അത് കഴിഞ്ഞില്ലേ. ഞാൻ വായിച്ചിട്ട് ഞാൻ 100 ദിവസം കാണാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ചല്ലേ പോയത്. ശരിക്കും നിങ്ങൾ കാണിച്ചിരുന്നോ, മകനെ കാണിച്ചിരുന്നോ? ശരിക്കും കൺഫ്യൂഷൻ റൂമിൽ കാണിച്ചിരുന്നല്ലേ? ഈ അനുമോളുടെ ബിഗ് ബോസിൽ ഒരു നാടകം എന്ന് തോന്നുന്നുണ്ടോ? ബാക്കിയുള്ള കാര്യം പറയില്ല. അല്ല, അനുമോളെ പറ്റിയിട്ടാണ് ഇപ്പൊ എല്ലാം കൂടി ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കാൻ കാരണം. അനുമോളുടെ ഈ ഗെയിം പ്ലാനും കാര്യങ്ങളൊക്കെ നാടകമായിട്ട് തോന്നുന്നുണ്ടോ എപ്പോഴും? എനിക്ക് സംസാരിക്കാനുള്ള കാര്യത്തിൽ ലക്ഷ്മി ആദ്യം പറയണ്ടായി, കുറച്ച് കയറുന്നു. നൂറേയും വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്ന് പറയണ്ടായി. ഇപ്പോഴും സ്റ്റിൽ സെയിം ശേഷം അത് മാറ്റി പറയുന്ന പോലെ തോന്നി. തോന്നിയതല്ലേ. പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ സെയിം സ്റ്റാൻഡിങ്. ശരിക്കും അത് ഒരു തെറ്റായി പോയെന്ന് തോന്നിയോ പിന്നീട് ചിന്തിച്ചിട്ട്? ഈ ടോപ്പ് 5 ഇനി ആരൊക്കെ ഉണ്ടാവും ബിഗ് ബോസിൽ?